السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويسألونك عن اليتامى قل إصلاح لهم خير وإن تخالطوهم فإخوانكم والله يعلم المفسد من المصلح ولو شاء الله لأعنتكم إن الله عزيز حكيم. സദഖല്ലാഹുൽ അലിയുൽ അദീം. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സകലമാന മേഖലകളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തഖ്വയുള്ള മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിതം നയിക്കണം എന്നുള്ള മിമ്പറിൻ്റെ ഉപദേശം ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. മനുഷ്യൻ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ പാലിക്കേണ്ട മാനുഷിക ബന്ധങ്ങളിൽ കുടുംബ ബന്ധവും അയൽപക്ക ബന്ധവും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് സാമൂഹിക ബന്ധങ്ങളാണ്. തൻ്റെ ചുറ്റിലും ജീവിക്കുന്ന സമൂഹത്തിലെ അവശരും അക്ഷണരും അഗതികളും രോഗികളും ഉൾക്കൊള്ളുന്ന ദുർബല വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കലും സംരക്ഷിക്കലുമാണ് മാനുഷിക ബന്ധങ്ങളിൽ സുപ്രധാനമായിട്ടുള്ള ഒന്ന്. ഇസ്ലാം ഇതിന് വളരെയധികം പ്രാധാന്യം നൽകിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുർബലരെയും അടിമകളെയും പാവങ്ങളെയും തൻ്റെ സദസ്സുകളിലും തൻ്റെ സാമീപ്യത്തിലുമൊക്കെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെയായിരുന്നു പ്രവാചകൻ ജീവിച്ചിരുന്നത്. പ്രവാചകൻ്റെ അനുയായികളിൽ അധികവും അങ്ങനെയുള്ള ആളുകളായിരുന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഈ ബഹൂനി അൽദുഅഫാ ഫഇന്നമാ തുർസഖൂന വതുൻസറൂന ബിദ്ദുഅഫായിക്കും. ബഹൂനി, എനിക്ക് വേണ്ടി നിങ്ങൾ അന്വേഷിക്കുക, അൽദുഅഫാ, എവിടെയാണ് ദുർബലരുള്ളത്, എവിടെയാണ് ബലഹീനരുള്ളത്, എവിടെയാണ് കഷ്ടപ്പെടുന്നവരുള്ളത് എന്ന് അന്വേഷിക്കണം എന്ന പ്രവാചകൻ പറഞ്ഞു. കാരണം ഫഇന്നമാ തുർസഖൂന വതുൻസറൂന, നിങ്ങൾക്ക് ഉപജീവനം നൽകപ്പെടുന്നതും നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നതും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതും നിങ്ങളിലുള്ള ദുർബലരെ കൊണ്ടാണ്, അവരുണ്ടായത് കൊണ്ടാണ് എന്നാണ്. പ്രവാചകൻ്റെ കൂടെ എപ്പോഴും സന്തത സഹചാരികളായിട്ടുണ്ടായിരുന്നത് ഇത്തരം ആളുകളായിരുന്നു. ഒരിക്കൽ ചില ഖുറൈശി പ്രമുഖന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കുവാൻ വേണ്ടി വരികയുണ്ടായി. അപ്പോൾ നബിൻ്റെ അടുത്ത് അടിമകളായ അമ്മാറുണ്ട്, ബിലാലുണ്ട്,
പിന്നെ ഹബ്ബാബിനെ പോലെയുള്ള ആളുകളാണുള്ളത്, പാവങ്ങളായ ആളുകളാണുള്ളത്, അടിമകളായ ആളുകളാണുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു, ഇത്തരം അധമന്മാരായ ആളുകളെ ആട്ടിയോടിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിന്നെ പിൻപറ്റാം. ഇവരൊക്കെ ഉള്ള സദസ്സിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരെ നീ ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അന്നാമിലെ 52-ാമത്തെ വചനം അവതരിപ്പിക്കേണ്ടേ. വലാ തത്റുദുല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശി യുരീദൂന വജ്ഹഹു മാ അലൈക മിൻ ഹിസാബിഹിം മിൻ ഷൈ വമാ മിൻ ഹിസാബിക അലൈഹിം മിൻ ഷൈ ഫതത്റുദഹും ഫതകൂന മിനൽ ളാലിമീൻ. വലാ തത്റുദ്, നീ ആട്ടിയോടിക്കരുത്, അല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശി, നിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും സാഷ്ടാംഗം നടത്തുകയും ചെയ്യുന്ന ഈ പാവങ്ങളായ, ഈ അടിമകളായ, ദുർബലരായ ആളുകളെ നീ ആട്ടിയോടിക്കരുത്. അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നത് യുരീദൂന വജ്ഹു, അള്ളാഹിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ്. മാ അലൈക മിൻ ഹിസാബിഹിം മിൻ ഷൈ, അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിന്നോട് അള്ളാഹു ചോദ്യം ചെയ്യുകയില്ല. വമാ മിൻ ഹിസാബിക അലൈഹിം മിൻ ഷൈ, നിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവരോടും ചോദ്യം ചെയ്യുകയില്ല. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ ആട്ടിയോടിക്കാമായിരുന്നു. കാരണം അള്ളാഹു ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾക്കനുസരിച്ചാണ് വിചാരണ ചെയ്യുക. അതുകൊണ്ട് അങ്ങനെ അവരെ നീ ആട്ടിയോടിക്കുകയാണെങ്കിൽ ഫതകൂന മിനൽ ളാലിമീൻ, നീ അക്രമകാരികളിൽ പെട്ടുപോകുന്ന. അപ്പോൾ അള്ളാഹു പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിലൂടെ പറയുന്നത്, പാവങ്ങളെയും ദുർബല വിഭാഗങ്ങളെയും നീ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്, അല്ലാതെ അവരെ സമൂഹത്തിൽ നിന്ന് ആട്ടിയോടിച്ച് അവരെ വേർതിരിച്ച് മാറ്റി നിർത്തുകയല്ല വേണ്ടത് എന്നുള്ള സന്ദേശമാണ് ഈ ആയത്ത് നമുക്ക് നൽകുന്നത്. അപ്പോൾ ഈ ദുർബല വിഭാഗങ്ങളിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ട വിഭാഗമാണ് അനാഥകൾ, വിധവകൾ, വികലാംഗർ, ഭിന്നശേഷിക്കാർ, രോഗികൾ. ഇവരൊക്കെ ഇന്ന് നമ്മൾ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽപ്പെട്ട ഒന്നാമത്തെ വിഭാഗം അനാഥകളെക്കുറിച്ചാണ്. പിതാക്കൾ നഷ്ടപ്പെട്ടതിനാൽ പരിചരണവും സംരക്ഷണവും ഇല്ലാതായിപ്പോയ, നഷ്ടപ്പെട്ടു പോയ പ്രായപൂർത്തിയാവാത്ത മക്കൾക്കാണ് അനാഥകൾ എന്ന് ഇസ്ലാം പറയുന്നത്. അപ്പോൾ ഇവർക്ക് ചിലപ്പോൾ സമ്പത്തുണ്ടാവാം, ചിലപ്പോൾ സമ്പത്തുണ്ടാവാതിരിക്കാം. ഏതായാലും ശരി, അവരെ ആ അവസ്ഥയിൽ സംരക്ഷിക്കാൻ ആളില്ല, പരിചരിക്കാനും അവരെ പരിപാലിക്കാനും പിതാവ് ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പോൾ ഈ മക്കൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ചോദ്യചിഹ്നമാണ്. ആ ബാധ്യത സമൂഹം ഏറ്റെടുക്കണം. പരിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 36-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബാ വൽ യതാമ. വഅബ്ദുല്ലാഹ, നീ അല്ലാഹനെ ആരാധിക്കണം. വലാ തുശ്രികൂ ബിഹി ശൈഅ, അല്ലാഹുവിൽ ആരെയും നീ പങ്കുവെക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യണം. വബിദിൽ ഖുർബാ, നിൻ്റെ ബന്ധുക്കൾക്കും. വൽ യതാമ, അനാഥകൾക്കും നീ നന്മ ചെയ്യണം. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ മാതാപിതാക്കളെ പറഞ്ഞു, കുടുംബക്കാരെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് അനാഥകളുടെ വിഷയമാണ്. അവർക്ക് നീ നന്മ ചെയ്യണം എന്നാണ്. 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 220-ാമത്തെ വചനത്തിൽ പറയുന്നു, വയസ്അലൂനക അനിൽ യതാമ ഖുൽ ഇസ്ലാഹുൽ ലഹും ഖൈർ. അനാഥകളെക്കുറിച്ച് അവർ എന്നോട് ചോദിക്കുന്നു, നീ പറഞ്ഞേക്കുക, അവർക്ക് നന്മ ചെയ്യലും അവർക്ക് ഉപകാരം ചെയ്യലും അവരെ സംരക്ഷിക്കലുമൊക്കെ വളരെ പുണ്യമുള്ള കാര്യമാണ്. വൈൻ തുഖാലിത്തൂഹും, അവരെ നിങ്ങളെ കുടുംബങ്ങളോട് ചേർത്ത് നിങ്ങൾ സംരക്ഷിക്കുകയാണെങ്കിൽ ഫയഹ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ് എന്നാണ്. അപ്പോൾ അവരെ നമ്മളെ കുടുംബത്തിലേക്ക് ചേർത്തുകൊണ്ട്, നമ്മളുടെ വിഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട്, നമ്മളെ കുടുംബത്തിലൊരാളായിട്ട് അവരെ നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ അത് അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, അത് ഉത്തമമാണ് എന്നാണ്. ഇവിടെ അനാഥകളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഒരു പ്രധാനപ്പെട്ട രൂപം നമുക്ക് മനസ്സിലാവും. അനാഥകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇസ്ലാം പഠിപ്പിക്കുന്ന മാർഗം എന്താണെന്ന് വെച്ചാൽ, അവരെ ഇപ്പോൾ കുടുംബക്കാരായ, ഇപ്പോൾ ജ്യേഷ്ഠൻ മരിച്ചുപോയി, അവൻ്റെ മക്കളെയും അവൻ്റെ ഭാര്യയും ഒക്കെ നമ്മളെ കുടുംബത്തോട് ചേർത്തുകൊണ്ട് അവരെ നമ്മളെ പിതാവായി അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവരെ പരിചരിക്കുകയും അവരെ പരിപാലിക്കുകയും ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പരിചരണമാണ് വേണ്ടത് എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം.
അങ്ങനെ വാപ്പ മരിച്ചത് കുട്ടികൾ അറിയാതെ അവരെ വളർത്തിക്കൊണ്ടുവരണം. അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക അതിനായിട്ട് ഒരു ഹോം കെയർ ഉണ്ടാക്കി അതിന് അവർക്ക് പ്രത്യേക പരിചാരകരെയും മാതാക്കളെയും ഒക്കെ നിശ്ചയിച്ചു കൊടുത്ത് അവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിച്ച് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക. അപ്പോൾ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പരിചരണം കൊടുക്കലാണ് ഇസ്ലാം ആഗ്രഹിക്കുന്ന അനാഥ പരിപാലനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു അനാഥാലയം സ്ഥാപിച്ച് അനാഥാലയത്തിൽ കുട്ടികളെയൊക്കെ കൊണ്ടുപോയാക്കി എന്നിട്ട് അവർക്കൊരു പ്രത്യേക ഡ്രസ്സും പ്രത്യേക ഒരു രൂപവും ഒക്കെ ആക്കി അവർക്ക് അങ്ങനെ അവർ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട വിഭാഗമാണ് എന്ന് അവർക്ക് തന്നെ തോന്നുന്ന രൂപത്തിൽ സമൂഹത്തോട് ഒരു നിഷേധാത്മകമായ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരാനല്ല ഇസ്ലാം പറഞ്ഞത്. അപൂർവം ചില യതീംഖാനകൾ ഇതിന് വിരുദ്ധമായിട്ടുണ്ട്. നല്ല നിലയിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരികയും വേണ്ട വിധത്തിൽ പരിചരിക്കുകയും ചെയ്യുന്നവരുമുണ്ട്. എന്നാൽ നമ്മൾ കാണുന്നത് ബഹുഭൂരിഭാഗവും ഇതിനെതിരാണ്. അനാഥ കുട്ടികളെ വളരെ പരുഷമായി മോശമായി പെരുമാറുകയും റഫായി പെരുമാറുകയും അവരെ ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ കുട്ടികൾക്ക് സമൂഹത്തോട് ഒരു ദേഷ്യമുള്ള വിദ്വേഷമുള്ള അവസ്ഥയിലാണ് വളർത്തിക്കൊണ്ടുവരികയല്ല. പരിശുദ്ധ ഖുർആനിൽ ഈ ബഖറയിൽ 220 ആയത്തിൽ പറയുന്നത് 220 ആയത്തിൽ പറയുന്നത് വൈൻ തുഹാലിത്തുഹും അവർ നിങ്ങളെ കുടുംബത്തോട് ചേർത്ത് പരിരക്ഷിക്കുകയാണെങ്കിൽ ഫയഹ്വാനുക്കും അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. വല്ലാഹു യഅലമുൽ മുഫ്സിദ മിനൽ മുസ്ലിഹ് നന്മ ചെയ്യുന്നവരും അതേമാതിരി തന്നെ ഫിത്ന കുഴപ്പമുണ്ടാക്കുന്നവരെ അള്ളാഹ്ക്ക് കൃത്യമായിട്ട് അറിയാം എന്നാണ്. പ്രവാചകൻ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അനാഥനായിട്ടാണ് വളർന്നു വന്നിട്ടുള്ളത്. ഒരു അനാഥ ബാലൻ്റെ വ്യഥകളും വേദനകളും മുഴുവനും അനുഭവിച്ചുകൊണ്ടാണ് പ്രവാചകൻ്റെ ബാല്യം കടന്നു പോകുന്നത്. പിറന്നു വീണ പ്രവാചകനെ പരിപാലിക്കുവാൻ അന്ന് പിതാവ് ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല. പിതാവ് നബിയുടെ ജനനത്തിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോയി. പിതാമഹൻ അബ്ദുൽ മുത്തലിബാണ് നബിക്ക് പേരിട്ടതും നബിയെ വളർത്തിക്കൊണ്ടുവന്നതും. 6-ാം വയസ്സിൽ മാതാവ് നഷ്ടപ്പെട്ടു. 8-ാമത്തെ വയസ്സിൽ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് മരിച്ചു. പിന്നീട് അങ്ങോട്ട് 8 മുതൽ 50ഓളം വയസ്സ് വരെ നബിയെ വളർത്തുന്നത് നബിയുടെ പിതാവിൻ്റെ അനിയനായ അബൂ താലിബാണ് അല്ലേ. പക്ഷേ പിതാവില്ല എങ്കിലും പിതാവ് ഉള്ള മാതിരി അള്ളാഹു പ്രവാചകനെ പരിരക്ഷിക്കാനും പരിപാലിക്കാനും ആളുകളെ നിയോഗിച്ചു കൊടുത്തു. അതാണ് 93-ാമത്തെ അധ്യായം സൂറത്തുൽ ളുഹയിലെ 6-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറയുന്നത് അലം യജിദ്ക യതീമൻ ഫആവ നിന്നെ അനാഥനായി അവൻ കണ്ടില്ലേ, എന്നിട്ട് ഫആവ നിനക്ക് അഭയം നൽകിയില്ലേ, നിനക്ക് സംരക്ഷണം നൽകിയില്ലേ, പരിപാലിക്കാൻ ആളെ നിശ്ചയിച്ചു തന്നില്ലേ. അതുകൊണ്ട് പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു അയ്യുമാ മുസ്ലിമൻ ലമ്മ യതീമൻ ബൈന അബവൈനി മുസ്ലിമൈൻ ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു അനാഥയെ തൻ്റെ കുടുംബത്തോട് ചേർത്തിട്ടില്ല ത്വാമിഹി വ ഷറാബിഹി അവൻ്റെ ഭക്ഷണത്തിലും പാനീയത്തിലുമൊക്കെ പങ്കാക്കി എസ്തഗ്ന അൻഹു അവൻ്റെ എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുത്താൽ വജബത്ത് ലഹുൽ ജന്ന അൽബത്ത അവൻ്റെ സ്വർഗം സുരക്ഷിതമാണ് എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി അല്ലേ. ഭക്ഷണവും പാനീയവും മാത്രമല്ല നല്ല സംസ്കാരം വിജ്ഞാനവും ഒക്കെ നൽകി സമൂഹത്തിലെ ഉന്നത പൗരന്മാരായി അവരെ മാറ്റി കൊണ്ടുവരണം, വളർത്തിക്കൊണ്ടുവരണമെന്നാണ് ഈ പറഞ്ഞതിനർത്ഥം അല്ലേ. അപ്പോൾ യതീമിൻ്റെ സംരക്ഷണം നമ്മൾ ഏറ്റെടുക്കണം. നമ്മളെ കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ നമ്മളെ കുടുംബത്തോട് ചേർത്ത് അവരെ സംരക്ഷിക്കണം. അല്ലെങ്കിൽ ഹോം കെയർ പോലെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി അവരെ സംരക്ഷിക്കണം. അവരുടെ ധനം, ചെറിയ മക്കളാണ്, ധനമുണ്ട്, അത് കൈകാര്യം ചെയ്യാൻ ആളില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കൈകാര്യകർത്താക്കളായി ഏറ്റെടുക്കുകയാണെങ്കിൽ പ്രത്യേകം അതിന് കണക്കുകൾ വെക്കണം, അത് സൂക്ഷിക്കണം, വലിയ വിഷയമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഉണർത്തുകയാണ്. അവരുടെ ധനം സംരക്ഷിക്കണം, അതിന് കണക്കുകൾ വെക്കണം. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് ആ കാശ് തിരിച്ചേൽപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസായിലെ 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 6-ാം വചനത്തിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. വബ്തലുൽ യതാമ ഹത്താ ഇദാ ബലഗുൻ നികാഹ ഫഇൻ ആനസ്തും മിൻഹും റുഷ്ദ ഫദ്ഫഉ ഇലൈഹിം അംവാലഹും. നിങ്ങൾ അനാഥകളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അനാഥകൾ നിങ്ങൾ പ്രായപൂർത്തിയായിട്ടുണ്ടോ അല്ലെങ്കിൽ അവർക്ക് സ്വത്തുകളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള തൻ്റെ ഇടം വന്നിട്ടുണ്ടോ നിങ്ങൾ പരിശോധിക്കണം. അങ്ങനെ തൻ്റെ ഇടമുണ്ടെന്ന് നിങ്ങൾ കണ്ടാൽ അവരുടെ ധനം അവർക്ക് കൊടുക്കണം. വലാ തഅകുലുഹ ഇസ്രാഫൻ വ ബിദാറൻ അൻ യക്ബറു. അവരുടെ ധനത്തിൽ നിന്ന് അമിതമായി നിങ്ങൾ ചിലവഴിക്കരുത്. നിങ്ങളുടെ നിങ്ങൾ അതിന് വേണ്ടി പണിയെടുക്കുന്നതിനുള്ള കാശ് പാവങ്ങളാണെങ്കിൽ എടുക്കാം അല്ലേ. അതിന് ചിലവാകുന്നത് നിങ്ങൾക്ക് ചിലവാക്കാം, പറമ്പിൽ ചിലവാക്കേണ്ടതുണ്ടെങ്കിൽ അതിനൊക്കെ ചിലവാക്കാം.
അതല്ലാതെ അമിതമായി ചെലവഴിക്കരുത്. വലുതായി വരുമ്പോൾ തിരിച്ചേൽപ്പിക്കേണ്ടി വരുമെന്ന് വിചാരിച്ച് അതിന് മുമ്പ് പരമാവധി കൈവശപ്പെടുത്തരുത്. അതൊന്നും ചെയ്യരുതെന്നാണ്. ഒമൻകാന ഖനിയ്യം വൽ യസ്താഫിഫ്, ധനികനാണെങ്കിൽ ആ ചിലവൊന്നും വഹിക്കാതെ അവൻ്റെ സ്വന്തം കീശന്ന് എടുക്കണം. ഒമൻകാന ഫക്കീറും ഫൽ യൗക്കുൽ ഫിൽ മാറൂഫ്, ദരിദ്രനാണെങ്കിൽ അവൻ ചിലവഴിക്കുന്ന അതിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ചിലവഴിക്കുന്നതും അവൻ്റെ കൂലിയൊക്കെ അവൻ അതിനെടുക്കാം. അങ്ങനെ നിങ്ങൾ വൈദാ ദഫഅത്തും ഇലൈഹിം അംവാലുഹും, അവരുടെ ധനം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഫഅശ്ഹിദു അലൈഹി, 2 സാക്ഷികൾ വേണം. വഖഫാ ബില്ലാഹി ഹസീബ, അങ്ങനെ സാക്ഷികൾ മുഖേനയാണ് ഈ കാശ് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. നിങ്ങളുടെ ധനവും അവരുടെ ധനവും കൂട്ടിക്കലർത്തിക്കൊണ്ട് നിങ്ങൾ അത് ഭക്ഷിക്കരുത്. വലാ തൗകുലു അംവാലഹും ഇലാ അംവാലിക്കും, അവരുടെ ധനം നിങ്ങളുടെ ധനത്തിലേക്ക് ചേർത്ത് നിങ്ങൾ ഭക്ഷിക്കരുത്. ഇന്നഹു കാന ഹുബൻ കബീറ, അത് വലിയ കുറ്റമാണ്, തെറ്റാണ് എന്നാ അല്ലേ. 7 മഹാപാപങ്ങൾ, വലിയ മഹാപാപങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ അതിൽ എണ്ണിയ ഒരു കാര്യമാണിത്, അക്കുലു മാൽ യതീം, അനാഥകളുടെ ധനം ഭക്ഷിക്കൽ എന്നുള്ളത് അല്ലേ. പരിശുദ്ധ 4-ാം അധ്യായം നിസായിലെ 10-ാം വചനത്തിൽ പറയുന്നുണ്ട്, ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറ. അനാഥകളുടെ ധനം ഭക്ഷിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം, അവരുടെ വയറ്റിൽ നിറക്കുന്നത് തീയാണ്. അള്ളാഹുവിൻ്റെ നരകത്തിൻ്റെ തീയാണ് അവർ നിറക്കുന്നത്. വസയസ്ലൗന സഈറ, അവർ നരകാഗ്നിയിൽ കത്തിയെരിയും എന്നാണ്. അനാഥാലയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഈ ആയത്തുകളൊക്കെ ശരിക്കും ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കിയും കൊണ്ടാണ് കൈകാര്യം ചെയ്യേണ്ടത് അല്ലേ. അതിന് പ്രത്യേകമായി കണക്ക് വെച്ച് ആ പൈസക്ക് പിരിഞ്ഞു കിട്ടുന്ന കാശും ചിലവാകുന്ന കാശും കൃത്യമായ കണക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് അവർ ചിലവഴിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ വിപത്തായി അവർക്ക് പരലോകത്ത് വരും എന്നാണ്. അതുപോലെ തന്നെ അനാഥകളെ ഉപദ്രവിക്കരുത്, അവരെ കീഴടക്കി വെക്കരുത്. അവരുടെ മേൽ ആധിപത്യം ചെലുത്തിയും കൊണ്ട് അവരെ നിങ്ങൾ നിങ്ങളുടെ കാൽ കീഴിലാക്കി വെക്കരുത്. വഅമ്മൽ യതീമ ഫലാ തഖർ, സൂറത്തുൽ ദുഹാ അല്ലാഹ് പറയുന്നു, അനാഥകളെ നിങ്ങൾ അടക്കി ഭരിക്കരുത്, നിങ്ങൾ കീഴടക്കി വെക്കരുത്. നിൻ്റെ സംരക്ഷണത്തിലുള്ളതാണെങ്കിലും ശരി, അല്ലാത്ത അനാഥ കുട്ടികളായാലും ശരി, നല്ല നിലയിൽ പെരുമാറണം. നമ്മളെ മക്കളോട് നമ്മൾ പെരുമാറുന്നത് പോലെ തന്നെ അവരോടും പെരുമാറണം എന്നാണ്. അങ്ങനെ നമ്മൾ പെരുമാറുമ്പോൾ നമ്മളിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയ മാറ്റം ഉണ്ടാക്കുമെന്നാണ്. അനാഥകളോട് ഈ രൂപത്തിൽ നമ്മൾ പെരുമാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ചേഞ്ചുകളുണ്ടാവും. നമ്മുടെ ഹൃദയം ലോലമാവും. പരുഷമായ ഹൃദയം, കഠിനമായ ഹൃദയമുള്ള ആളുകൾ, റഫായി പെരുമാറുന്ന ആളുകൾ അനാഥ സംരക്ഷിക്കുകയും അനാഥകളെ പരിപാലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സ് ലോലമാകും, മൃദുലമാകും, ലളിതമാകും എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമുക്ക് കാണാം. ഒരിക്കൽ പ്രവാചകൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, പ്രവാചകരെ, എൻ്റെ ഹൃദയം ഭയങ്കര കഠിനമാണ്, ഞാൻ ആൾക്കാരോട് ഇങ്ങനെ റഫായിട്ടാണ് പെരുമാറിപ്പോണത്, വളരെ കഠിനമായിട്ട് പെരുമാറുന്ന ആളാണെന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, അതിനിൽ യതീമ മിൻക, നീ അനാഥകളെ നിന്നോട് അടുപ്പിക്കുക. അൽത്തിഫുഹു, അവരോട് മൃദുലമായി മയത്തിൽ പെരുമാറുക. വംസഹ് ബിറഅ്സിഹി, അനാഥയുടെ തലോടി കൊടുക്കുക. വഅത്ഇംഹു മിൻ തആമിക, നിൻ്റെ ഭക്ഷണത്തിൽ നിന്ന് അവന് ഭക്ഷണം കൊടുക്കുക. അങ്ങനെ നീ ചെയ്താൽ ഫഇന്ന ദാലിക യുലയ്യിനു ഖൽബക, നിൻ്റെ ഹൃദയത്തെ അത് മൃദുലമാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഉപദേശിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കതിന് മനസ്സിലാകുന്ന എന്താണ്, ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യൻ്റെ മനസ്സിനെ ലോലമാക്കാൻ, മൃദുലമാക്കുവാൻ ഇത് പ്രവർത്തനങ്ങൾ സഹായിക്കുമെന്നാണ്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളുടെ ഉപജീവനത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകും അല്ലേ. അതുപോലെ തന്നെ സമൂഹത്തിൽ ദയയും സ്നേഹവും ഒക്കെ ഇത്തരം അനാഥകളെ സംരക്ഷിക്കുമ്പോൾ ആ ഒരു സന്ദേശം സമൂഹത്തിന് പാസ് ചെയ്യാൻ സാധിക്കും എന്നാണ്. ഇതിനൊക്കെ പുറമെ സ്വർഗത്തിൽ പ്രവാചകൻ്റെ അടുത്ത് സ്ഥാനം അവന് ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യാണ്. അനവ കാഫിൽ യതീമി ഫിൽ ജന്നത്തി കഹാത്തൈനി, ഞാനും അനാഥയെ സംരക്ഷിച്ചവനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ തൻ്റെ ചൂണ്ടുവിരലും തൻ്റെ നടുവിരലും ഉയർത്തി കാണിച്ചു. ഇത് നമ്മൾ എത്ര അകലമുണ്ടോ അത്ര അകലത്തിലായിരിക്കും, അത്രയും അടുത്തായിരിക്കും നമ്മൾ പരലോകത്ത് പ്രവാചകൻ്റെ അടുത്തുണ്ടാവുകയാണ് എന്ന് പറഞ്ഞത്. പക്ഷേ ഇത്തരം പ്രവൃത്തികൾ, ഇതൊക്കെ പ്രവൃത്തിവാദത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസകരമായ കാര്യമാണ്. ഖുർആൻ ഇതിനെ വിശേഷിപ്പിച്ചത് അതൊരു മലമ്പാത, മലയുടെ അടിവാരത്തിലൂടെ കല്ലും മുള്ളും നിറഞ്ഞ ഒരു പാത താണ്ടിക്കടക്കുന്നത് പോലെയാണ്. അത്രയും പ്രയാസകരമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ച് മനുഷ്യൻ്റെ മനസ്സിന് വലിയ പ്രയാസമാണ്.
അതിനൊന്നും മെനക്കെടാൻ ആളുകൾ തയ്യാറല്ല. 90-ാം അധ്യായം സൂറത്ത് ബലദിൽ അള്ളാഹു പറയുന്നുണ്ട്, ഫലക് തഹമൽ അഖബ, നിങ്ങൾ മലമ്പാത താണ്ടിക്കടന്നിട്ടില്ല, നിങ്ങൾ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. എന്താണത്? ഒമാ അദറാക്കമൽ അഖബ, എന്താണ് ആ മലമ്പാത ചോദിച്ചിട്ട് അള്ളാഹ് പറയാണ്, ഫക്കു റഖബ, അടിമത്തത്തിൽ കഴിയുന്ന ആളുകളെ മോചിപ്പിക്കലാണ്. ഔ ഇത്ആമുൻ ഫി യൗമിൻ ദി മസ്ഖബ, വളരെ ദാരിദ്ര്യവും പട്ടിണിയുള്ള അവസരത്തിൽ ഭക്ഷണം കൊടുക്കലാണ്. ആർക്ക്? യതീമന്താ മഖറബ, നിൻ്റെ കുടുംബ ബന്ധത്തിലുള്ള അനാഥകൾക്ക് അവർക്ക് ആഹാരം കൊടുക്കുക, അവരെൻ്റെ കുടുംബത്തോട് ചേർക്കുക. ഔ മിസ്കീനെന്താ മത്തറബ, വളരെ കഷ്ടപ്പെടുന്ന ശരീരത്തിൽ മണ്ണ് പുരണ്ട പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കലാണ് അത്. അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. കുറച്ച് റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാവണം അല്ലേ? നമ്മുടെ കുടുംബത്തിലാവട്ടെ, നമ്മുടെ നാട്ടിലാവട്ടെ, അനാഥ ബാല്യങ്ങളെ ചേർത്ത് പിടിക്കുക, അവർക്ക് ദിശാബോധം നൽകുക അല്ലേ? അത് വലിയ കൂലിയുള്ള കാര്യമാണെന്നാണ് ഈ ഹദീസുകളും ആയത്തുകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അനാഥ കുട്ടികളെ പോലെ തന്നെയാണ് അല്ലേ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത കുട്ടികൾ, ഭർത്താവ് വിട്ടേച്ചു പോയ കുട്ടികൾ, അല്ലെങ്കിൽ വിവാഹമോചനം ചെയ്യപ്പെട്ട് അകന്ന് കഴിയുന്ന കുട്ടികൾ, അതുപോലെ തന്നെ തെരുവോരങ്ങളിലെ കുട്ടികൾ അല്ലേ, യുദ്ധത്തിലും പിന്നെ കലാപങ്ങളിലുമൊക്കെ കുടുംബം നഷ്ടപ്പെട്ട് കഴിയുന്ന മക്കൾ. ഇങ്ങനെ ലോകത്തുള്ള ഏത് കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചാലും അത് പുണ്യം കിട്ടുന്ന കാര്യമാണ്. ആ പിഞ്ചു ഹൃദയത്തിൽ നിഷ്കളങ്കമായ മുഖത്തെ ആ പുഞ്ചിരി, അത് നമുക്ക് ഭയങ്കരമായ സംതൃപ്തി നൽകുന്നൊരു പ്രവർത്തനമാണ്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് പ്രയാസപ്പെട്ടാലും ആ കുഞ്ഞുങ്ങൾക്കൊരു അനാഥത്വം മാറ്റി സനാഥരായി തീരുക എന്നുള്ളത് വളരെയധികം നമ്മുടെ മനസ്സിന് സംതൃപ്തിയുള്ളതാണ്. അള്ളാഹിൻ്റെ അടുക്കൽ പുണ്യം കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം മക്കൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അവർ വഴിയാധാരായി പോകാതെ അവരെ ചേർത്ത് നിർത്തിയും കൊണ്ട് അവർക്ക് സംരക്ഷണം നൽകുവാൻ നമ്മളെ ഓരോരുത്തരും ശ്രദ്ധിക്കുക. റബ്ബ് തആല അത്തരം ആളുകളെ നമ്മളെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹ് ഷിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا